മാർക്കറ്റ് ഒരൊറ്റ ദിവസം തന്നെ ഒരു 600 പോയിന്റിൻ്റെ ക്രാഷ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. കൊറോണ വൈറസിൻ്റെ ഫസ്റ്റ് ഫേസ് ക്രാഷിന് ശേഷം മാർക്കറ്റ് കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ക്രാഷ് നമ്മൾ ഇന്നത്തെ ദിവസം കണ്ടു കഴിഞ്ഞു. സോ ഇതിനുള്ള ഒരൊറ്റ റീസൺ എന്ന് പറയുന്നത് കൊറോണയുടെ പുതിയ മ്യൂട്ടേറ്റഡ് വെർഷൻ ലണ്ടനിൽ യു കെയിൽ ഐഡൻറ്റിഫൈ ചെയ്തു എന്നുള്ളതും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളിലേക്ക് അതിൻ്റെ സ്പ്രെഡ് ഉണ്ട് എന്നുള്ളതുമാണ് ഏറ്റവും ബിഗ് റീസണായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു ക്രാഷ് ഇനിയും അടുത്ത ദിവസങ്ങളിലേക്ക് കണ്ടിന്യൂ ചെയ്യുമോ, അതോ പഴയതുപോലെ ഈ ഒരു ക്രാഷിനെ ഓവർകം ചെയ്ത് മാർക്കറ്റ് തിരിച്ചു കയറും? നമുക്ക് പുതിയ ബൈ ചെയ്യാൻ പറ്റിയ സമയമാണ്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഷോർട്ടായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ആണിത്. സോ ഈ വീഡിയോ അവസാനം വരെ ഫുള്ളായിട്ട് കാണുക. ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രേഡ് ടോക്സിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് വെൽക്കം. സോ ഒരു വീഡിയോ ഇന്നത്തെ മാർക്കറ്റ് ക്രാഷിനെ കുറിച്ചിട്ട് മാത്രം പറയാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നമ്മൾ വളരെ സഡനായിട്ടൊരു 600 പോയിൻറ്റ്സിൻ്റെ ഒക്കെ ക്രാഷ് ഇന്ന് വളരെ 5 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ 300 പോയിൻറ്റിൻ്റെ ക്രാഷാണ് നമ്മളിന്ന് നിഫ്റ്റിയെ കണ്ടത്. നമ്മൾ ഇന്നലെ ചെയ്ത ലൈവ് വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന 13,400 സപ്പോർട്ട് വരെ ബ്രേക്ക് ചെയ്തിട്ട് 13,200 ബിലോ 13,100 അടുത്ത് വരെ നിഫ്റ്റി പോയിട്ട് തിരിച്ച് 13,400 അടുത്താണ് നിഫ്റ്റി ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു പുതിയ ബൈ നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിഫ്റ്റി ഉറപ്പായിട്ടും 13,550 എബോവ് ക്ലോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ ഒരു പുതിയ ബൈ എടുക്കാൻ പാടുള്ളൂ. സോ ഹെഡ്ജിങ് പൊസിഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരു ദിവസം കൂടിയാണ് ഇത് എന്ന് എനിക്ക് ഉറപ്പാണ്. സോ ഇനി നാളെ മാർക്കറ്റ് ഫേസ് ചെയ്യും. നാളത്തെ മാർക്കറ്റിൻ്റെ ഫസ്റ്റ് അത് ഉച്ച വരെയുള്ള ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ മാർക്കറ്റിൽ US ഗവൺമെൻറ്റിൻ്റെ സ്റ്റിമുലേസ് പാക്കേജ് ഇന്ന് മാർക്കറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സെനറ്റ് പാസ്സാക്കി ഫ്രൈഡേക്കുള്ളിൽ മാർക്കറ്റിൽ വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് ഇന്ന് വൈകുന്നേരം US മാർക്കറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ നാളെ അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ് അതർ മാർക്കറ്റ്സിലൂടെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു നാളെ ഒരു ചെറിയൊരു പോസിറ്റീവ് റീജിയനിൽ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു റീജിയൻ ഉണ്ട്, 13,400 മുതൽ 13,600 വരെയുള്ള റേഞ്ച്. ഈ ഒരു റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു റേഞ്ചിൽ നിഫ്റ്റി സപ്പോർട്ട് എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. സോ നിഫ്റ്റി 13,500ൻ്റെ എബോവ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പുതിയ സ്റ്റോക്കുകൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ നാളെ ഫസ്റ്റ് ഫേസിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്തിട്ട് കൂടുതൽ ലോയിലേക്ക് നിഫ്റ്റി പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. യൂറോപ്പിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആപ്പിൾ സ്റ്റോറുകൾ എല്ലാം തന്നെ ഫുള്ളായിട്ട് ക്ലോസ് ഡൗൺ ചെയ്തു. ദെൻ യു കെയിലേക്കുള്ള ഫുൾ ഫ്ലൈറ്റ് മറ്റ് രാജ്യങ്ങളെല്ലാം കട്ട് ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല ബ്രെക്സിറ്റിൻ്റെ കുറച്ച് ലാസ്റ്റ് ഡേയ്സിൽ കുറച്ച് ഇഷ്യൂസ് ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താവും എന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലാണ് US പാക്കേജ് വരുന്നത്. US പാക്കേജിനെ കുറിച്ച് വളരെ ഇമ്പ്രസീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പലരിൽ നിന്ന് കേൾക്കുന്നത്. വളരെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരെ ബാങ്കുകളോട് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ബോണ്ടുകൾ കൂടുതൽ ബൈ ചെയ്തിട്ട് ലിക്വിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ബോണ്ടുകൾ ബൈ ചെയ്യാനാണ് US ഗവൺമെൻറ് FD ബാങ്കുകളോട് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റ് വളരെ പോസിറ്റീവാണ്. പക്ഷേ ഈ ഒരു പുതിയ കൊറോണ വൈറസ് എത്രമാത്രം എഫക്റ്റ് ചെയ്യുമെന്ന് കൃത്യമായിട്ട് ഇപ്പോഴും പ്രവചിക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾ ലോങ് ബൈ ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. സ്റ്റേറ്റ് ബാങ്കിൻ്റെയും നമ്മുടെ ഇന്ത്യൻ ബാങ്കുകളിൽ നിന്ന് ഒരു സ്കാം നമ്മൾ ഓവർകം ചെയ്തു. ജനുവരിയിൽ തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്തതാണെന്ന് ബാങ്കുകൾ ഇന്ന് RBIയോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു എഫക്റ്റ് അല്ല നമ്മളിന്ന് മാർക്കറ്റ് കണ്ടത്, ഈ പുതിയ കൊറോണ വൈറസിൻ്റെ ഇഷ്യൂ തന്നെയാണ്. സോ ബഡ്ജറ്റിൻ്റെ മീറ്റിംഗ്സ് നടക്കുന്നുണ്ട്. സോ പുതിയൊരു ബഡ്ജറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഈ ഒരു വീക്കിൽ മാർക്കറ്റ് കാണാൻ പറ്റും. ഫ്രൈഡേ ഹോളിഡേ ആണെന്ന് നമ്മൾ ഉറപ്പായിട്ടും മനസ്സിലാക്കേണ്ട ഒരു ദിവസമാണ്. കാരണം 4 വർക്കിംഗ് ഡേയ്സ് ഉള്ളൂ. ഭയങ്കര വോളറ്റൈലായിരിക്കും. ബിഗിനേഴ്സ് ഈ ദിവസങ്ങളിൽ പിന്നെ നാളെ ട്രേഡ് ചെയ്യാതിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാം. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് XTS നിഫ്റ്റി, നമ്മുടെ സിംഗപ്പൂർ നിഫ്റ്റി 13,370 റീജിയനിലാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന രാത്രി 11 മണി 12 മണി സമയത്ത് നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ US പാക്കേജിൻ്റെ ഒരു എഫക്റ്റ് US മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. US മാർക്കറ്റും നെഗറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പാക്റ്റ് നമുക്ക് നെക്സ്റ്റ് ഡേയ്സിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ലോങ് പൊസിഷൻസ് കൃത്യമായിട്ട് ഹെഡ്ജ് ചെയ്തിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ
പുതിയൊരു പൊസിഷൻസ് എടുക്കാനും പുതിയ ന്യൂ ട്രേഡേഴ്സ് ഈ ഒരു വീക്കിൽ ട്രേഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ യൂറോപ്പിലെ ഫുൾ ക്രിസ്മസ് ആഘോഷങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ്. ഓൾറെഡി ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ തന്നെ FIAസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർ വിഡ്രോ ചെയ്യുന്നതും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുന്നതുമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാറുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് കണ്ടു തുടങ്ങിയത്, ഇന്നാണ് മാർക്കറ്റിൽ FIAസിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നതായിട്ട് കണ്ടു തുടങ്ങിയത്. ഈ ആഴ്ചയിൽ ഈ വീക്കിലൊക്കെ നമ്മൾ കണ്ട ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നത്. അത് നിഫ്റ്റി ഉണ്ടായ കാലത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇന്ന് നമ്മൾ കണ്ടത് ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതാണ് മാർക്കറ്റിൽ ഈ ഒരു എഫക്റ്റ് നമ്മൾ കാണുന്നത്. സോ FIAs ഈ ഒരു രീതി തുടർന്നുള്ള ദിവസങ്ങളിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് അക്യുമുലേഷനോ ഒരു നല്ലൊരു ഡൗൺഫാളോ കണ്ടിന്യൂ ചെയ്യാനോ ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യത നമുക്ക് മാർക്കറ്റിൽ തള്ളിക്കളയാൻ പറ്റില്ല. നിങ്ങൾ ലോങ് ടൈം പൊസിഷൻസ് ഒന്നും തന്നെ ഈ സമയത്ത് പുതിയതായിട്ട് ഹോൾഡ് ചെയ്യാതിരിക്കുക. ഡൗൺ സൈഡ് കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ SIP പോലെ നിങ്ങൾ ആഡ് ചെയ്യുക. ഇൻവെസ്റ്റ്മെൻറ്റിന് നല്ലൊരു സമയം എന്ന് പറയുന്നത് 13,550 എബോവ് മാത്രമാണ്. സോ നമുക്ക് ബിലോ സപ്പോർട്ടായിട്ട് കാണാൻ പറ്റുന്നത് 13,000ഉം 13,200ഉമാണ്. സോ വോളറ്റാലിറ്റി ഇൻഡെക്സ് 23 എബോവ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു വോളറ്റാലിറ്റി നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ട്രേഡ് ടോക്സ് കംപ്ലീറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കോഴിക്കോട് വെച്ചിട്ട് ജാനുവരി 16, 17 ശനി ഞായർ ദിവസങ്ങളിൽ നടത്തുന്ന, അവിടെ ഇൻക്ലൂഡിങ് സ്റ്റേ ഉൾപ്പെടെ വെച്ചിട്ട് നമ്മൾ കോഴിക്കോട് വെച്ചിട്ട് അത്തരത്തിലൊരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും, ഈ ഒരു കോഴ്സിൽ പങ്കെടുക്കാനായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ അനാലിസിസിൻ്റെ ബേസിക്സ്, അതുപോലെ തന്നെ അഡ്വാൻസ് ലെവൽ ഓഫ് ടെക്നിക്കൽ അനാലിസിസും ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഹെഡ്ജിങ് സ്ട്രാറ്റജീസും, എങ്ങനെ ഹെഡ്ജ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്തിട്ട് ഏറ്റവും ലോ റിസ്കിൽ എങ്ങനെ നല്ലൊരു റിട്ടേൺ മന്ത്ലി നമുക്ക് ജനറേറ്റ് ചെയ്യാം, ഒരു പാസീവ് ഇൻകത്തിന് വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ കൃത്യമായിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ ഈ ഒരു കോഴ്സിൽ വളരെ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പേഴ്സിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്സിൻ്റെ ലിങ്കുകൾ താഴെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അണ്ടറിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആലീസ് ബ്ലൂ, അതുപോലെ തന്നെ എൻറിച്ച്, അതുപോലെ തന്നെ ഏഞ്ചൽ ബ്രോക്കിംഗ് എന്നീ സബ് ബ്രോക്കർഷിപ്സിൻ്റെ ലിങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അണ്ടറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന എല്ലാ ക്ലയൻസിനും നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിലേക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്തിട്ട് ട്രേഡിംഗ് ടിപ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ എൻഡ് ചെയ്യാണ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും താങ്ക്സ്.